ഓടി നടന്ന് പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരുന്നപ്പോൾ ട്രംപിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നോബൽ പ്രൈസാണ്. എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അത് ഏത് വിധേനയും നേടിയെടുക്കുന്നതിൽ ട്രംപിനെ കഴിഞ്ഞിട്ടേ വേറെ ആരുമുള്ളൂ. കുറച്ചു മുൻപ് പാകിസ്ഥാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാകിസ്ഥാനെ കൊണ്ടും ട്രംപിൻ്റെ പേര് നാമനിർദ്ദേശം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അടുത്ത റോൾ ഇസ്രയേലിനാണ്. ഇറാനുമായുള്ള പ്രശ്നത്തിലും ഇപ്പോൾ ഗാസയുമായുള്ള പ്രശ്നത്തിലുമെല്ലാം അവസാനിപ്പിക്കാൻ തുനിയുന്നത് ട്രംപാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് ട്രംപിനോട് വല്ലാത്തൊരു മമത ഉണ്ട് താനും. അതുകൊണ്ടൊക്കെ തന്നെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നാമനിർദ്ദേശം ചെയ്തത്. വൈറ്റ് ഹൗസിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയിൽ ഇസ്രയേൽ ട്രംപിനെ നിർദ്ദേശിച്ചുകൊണ്ട് പുരസ്കാര സമിതിക്ക് കൈമാറിയ കത്തിൻ്റെ പകർപ്പ് നെതന്യാഹു കൈമാറുകയുണ്ടായി. പ്രസിഡന്റ് ഇതിനകം വലിയ അവസരങ്ങൾ തിരിച്ചറിഞ്ഞു. എബ്രഹാം ഉടമ്പടിക്ക് രൂപം നൽകി. ഒന്നിനു പുറകെ ഒന്നായി ഓരോ രാജ്യങ്ങളിലും ഓരോ മേഖലകളിലും താങ്കൾ സമാധാനം സ്ഥാപിച്ചു. അതിനാൽ ഞാൻ താങ്കൾക്ക് നോബൽ സമ്മാന സമിതിക്ക് അയച്ച കത്ത് നൽകാൻ ആഗ്രഹിക്കുകയാണ്. സമാധാനത്തിനുള്ള പുരസ്കാരത്തിന് താങ്കളെ നാമനിർദ്ദേശം ചെയ്യുകയാണ് ഞങ്ങൾ. അത് താങ്കൾക്ക് അർഹതപ്പെട്ടതുമാണ്. അത് താങ്കൾക്ക് ലഭിക്കണമെന്നാണ് നെതന്യാഹു ട്രംപിനോട് പറഞ്ഞത്. മധ്യേഷ്യയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാനുള്ള ട്രംപിന്റെ നടപടികളെയും നെതന്യാഹു പുകഴ്ത്തുകയുണ്ടായി. മാത്രമല്ല, സ്വതന്ത്ര ലോകത്തിന് വേണ്ടിയുള്ള താങ്കളുടെ നേതൃത്വത്തിനും നീതിയുക്തമായ ഇടപെടലിനും സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ശ്രമങ്ങൾക്കും ഇസ്രയേൽ പൗരന്മാരുടെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജൂതന്മാരുടെയും ലോകത്തെങ്ങും താങ്കളെ ആരാധിക്കുന്നവർക്കും വേണ്ടിയും അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രസിഡന്റിന് ഒരു മികച്ച ടീമുണ്ട്. വെല്ലുവിളികളെ നേരിടാനും അവസരങ്ങൾ ഉറപ്പാക്കാനും നമ്മുടെ ടീമുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഗുണകരമാകുമെന്ന് ഞാൻ കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. സമാധാന വക്താവായി സ്വയം അവകാശപ്പെടുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. എന്നിരുന്നാലും ഇസ്രയേലിന്റെ ഈ നീക്കം അദ്ദേഹത്തെ അമ്പരപ്പിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം തന്നെ നിർദ്ദേശിച്ചതിന് അദ്ദേഹം നെതന്യാഹുവിനോട് നന്ദിയും അറിയിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് അറിയുമായിരുന്നില്ല, വളരെ നന്ദി. പ്രത്യേകിച്ച് നിങ്ങളിൽ നിന്നാകുമ്പോൾ ഇത് വളരെ അർത്ഥവത്താണെന്നും ട്രംപ് പ്രതികരിക്കുകയുണ്ടായി. വർഷങ്ങളായി ട്രംപിന് നിരവധി നോബൽ സമ്മാന നാമനിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതേസമയം ഇത്രയൊക്കെ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടും തന്നെ നോബൽ പുരസ്കാര കമ്മിറ്റി പരിഗണിക്കുന്നില്ല എന്നതിൽ ട്രംപ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഇതുവരെ 3 US പ്രസിഡന്റുമാർക്കാണ് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 1906 തിയോഡർ റൂസ്വെൽറ്റ്, 1919 വുഡ്രോ വിൽസൺ, 2009 ബരാക് ഒബാമ എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചത്. തിങ്കളാഴ്ചയാണ് വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപും നെതന്യാഹുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ ഗാസയിലെ വെടിനിർത്തൽ സുപ്രധാന ചർച്ചയായി എന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇസ്രയേൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായി നേരത്തെ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. വെടിനിർത്തൽ നാമനിർദ്ദേശം ഹമാസും അംഗീകരിച്ചു എന്നാണ് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം നെതന്യാഹു എന്ത് നിലപാട് സ്വീകരിച്ചു എന്നതിൽ ഇതുവരെയും വ്യക്തതയില്ല.